സഭാ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു സംഭവമാണ് പെന്തിക്കോസ്തി പെരുന്നാളിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് നമ്മൾക്കറിയാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായോടൊപ്പം സഞ്ചരിച്ചു പോന്ന ശിഷ്യന്മാർ വളരെ സാധാരണക്കാരായ മനുഷ്യരെ തിരഞ്ഞെടുത്ത് ദൈവത്തോട് ചേർത്ത് നടത്തുന്നത് എങ്ങനെയെന്ന് യേശു തമ്പുരാൻ തൻ്റെ മനുഷ്യാവതാര കാലത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എത്ര വട്ടം അവരെ ഉപദേശിച്ചിട്ടും താൻ നടത്തിയ അത്ഭുത പ്രവർത്തികൾ അനേകം കണ്ടിട്ടും പലപ്പോഴും അവർ ഇടറിപ്പോവുകയും സത്യവിശ്വാസത്തോടുകൂടി അവനെ അനുധാവനം ചെയ്യുന്നതിൽ നിന്ന് പരാജയപ്പെടുകയും ചെയ്യുന്ന കാഴ്ച തിരുവെഴുത്തിൽ പലയിടത്തും നാം കാണുന്നുണ്ട്. പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലന്റെ മനസ്സിളക്കം മുതൽ തെരഞ്ഞെടുക്കപ്പെട്ടവനായ യൂദായുടെ തിരോഗമനം വരെ അതിന് ഇടയിലുള്ള ശിഷ്യന്മാരുടെ ഇടിമക്കളുടെ ആവേശം, ഇങ്ങനെ പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെ സന്ദേഹം, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മാനുഷിക വികാരങ്ങൾ അനേകമായിട്ട് അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മരണം വരെയോ ഉത്ഥാനം വരെയോ അല്ല സംഭവിക്കുന്നത്. ക്രിസ്തു യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷവും അവരിൽ പലരും അവനെ സംശയിച്ചു എന്ന് പറയുന്നുണ്ട്. അവനൊരു ഭൂതമാണെന്ന് അവർ വിചാരിച്ചു എന്ന് പറയുന്നുണ്ട്. തൻ്റെ അസാന്നിധ്യത്തിൽ യേശു തമ്പുരാൻ പ്രത്യക്ഷപ്പെട്ടതിനെ തോമാസ് ശ്ലീഹ പൂർണ്ണമായും വിശ്വസിക്കാതിരിക്കുന്നുണ്ട്. തൻ്റെ വിലാവിൽ തൊട്ടല്ലാതെ, നേരിട്ട് കണ്ടിട്ടല്ലാതെ മറ്റുള്ളവരുടെ വിശ്വാസത്താൽ താൻ തൻ്റെ വിശ്വാസം പണിയില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട്. മഗ്ദലക്കാരി മറിയം കല്ലറയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവൾ പറഞ്ഞ വാർത്തയിൽ വിശ്വാസമില്ലാതെ പത്രോസും യോഹന്നാനും വീണ്ടും അത് ഉറപ്പുവരുത്താൻ ഓടി കല്ലറയിലേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷവും സംശയാലുക്കളായിരുന്ന, സന്ദേഹഭരിതരായിരുന്ന, വിശ്വാസത്തിൽ അത്രമേൽ ഉറപ്പ് വരാതിരുന്ന ശിഷ്യന്മാർ അവരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ കൃത്യമായ ബോധ്യങ്ങളിലേക്ക് ആനയിക്കപ്പെടുന്ന ദിവസമാണ് പെന്തിക്കോസ്തി തിരുനാൾ. അതുകൊണ്ടാണ് സഭാചരിത്രത്തിൽ പെന്തിക്കോസ്തിക്ക് വീണ്ടും ഇത്രയും പ്രാധാന്യമുള്ളത്. നമ്മളുടെയൊക്കെ സാധാരണ ജീവിതത്തിൽ നമുക്കും സംഭവിക്കാവുന്ന വീഴ്ചകളാണ് ഇതെല്ലാം. നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിലും വിശ്വാസത്തിൽ ചിലപ്പോൾ നമുക്കൊരിളക്കമുണ്ടാവാം. ചിലപ്പോൾ നമ്മൾ പലതരമായ വൈകാരിക അവസ്ഥാന്തരങ്ങളിലേക്ക് മാറിപ്പോയേക്കാം. ക്രിസ്തുവിനോട് കൂടെയുള്ളവർ ആയിരിക്കുമെങ്കിലും അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവനോടുകൂടി ആയിരിക്കാൻ ചിലപ്പോഴൊക്കെ നമുക്ക് പറ്റാതെ വന്നേക്കാം. ഈ സമയത്തൊക്കെ സകല സത്യത്തിലേക്കും നീതിയിലേക്കും പാപബോധത്തിലേക്കും നമ്മളെ ഉണർത്തുന്ന ഒരു ആശ്വാസപ്രദനെ നിങ്ങൾക്ക് കൂട്ടായി തരുമെന്ന് ക്രിസ്തു പറഞ്ഞിട്ടുള്ളത് ഈ ദിവസം നിവർത്തിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് പെന്തിക്കോസ്തി പെരുന്നാൾ നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, ആ വിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ. കുറവുകളുള്ള മനുഷ്യരായ ഞങ്ങൾ, യേശുവിനോടൊപ്പം നടക്കാൻ ശ്രമിക്കുന്നവരായ ഞങ്ങൾ, ഞങ്ങളുടെ വീഴ്ചകളെ പരിഹരിച്ച് ഞങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ച് വഴി നടത്തുന്ന കൂട്ടായി നിൻ്റെ വിശുദ്ധാത്മാവ് എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ കൂട്ട് മനുഷ്യൻ തിരിച്ചു പിടിക്കുന്ന വലിയ ദിവസമാണ് പെന്തിക്കോസ്തി പെരുന്നാൾ. ദീർഘമായ ശുശ്രൂഷയാണ്, നമ്മൾക്കറിയാം. ഈ ഓരോ ശുശ്രൂഷയിലും പിതാവാൻ ദൈവത്തിൻ്റെ ആളത്വത്തെക്കുറിച്ചും പുത്രൻ തമ്പുരാൻ ദൈവത്തിൻ്റെ ആളത്വത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ ആളത്വത്തെക്കുറിച്ചുമുള്ള സഭാപിതാക്കന്മാരുടെ വെളിപാടുകൾ, ദർശനങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന സദറാ പ്രാർത്ഥനകളും ഗീതങ്ങളുമാണ്. തിരുവെഴുത്തിൽ നിന്നുള്ള അതിനെ സമർത്ഥിക്കാനുള്ള ദൃഷ്ടാന്തങ്ങളുമാണ് ഈ പ്രാർത്ഥനകളിലുടനീളമുള്ളത്. ദീർഘമായതുകൊണ്ട് ശ്രദ്ധ വിട്ടുപോകാതെ ധ്യാനപൂർവം ഈ പ്രാർത്ഥനകളിൽ സംബന്ധിക്കുകയും മനുഷ്യചരിത്രത്തിൽ അതുല്യമായി നൽകപ്പെട്ടിരിക്കുന്ന വിശുദ്ധ തൃത്വവിശ്വാസമെന്ന ആ സത്യേക ദൈവത്തിലുള്ള
അപരിമേയമായ വിശ്വാസത്തെ ആവർത്തിച്ച് ഉറപ്പിച്ച് പ്രഖ്യാപിക്കാനുള്ള ഒരവസരമായി ഈ ശുശ്രൂഷയെ കണക്കാക്കിക്കൊണ്ട് ഇതിൽ സംബന്ധിക്കുകയും ദൈവത്തിൻ്റെ കൂട്ട് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം എന്ന പ്രാർത്ഥനയോടുകൂടി ഈ നിമിഷങ്ങളിലായിരിക്കുകയും വേണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.